ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മളുടെ വാക്യം ഇതാണ്. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം. യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തോലനായ പത്രോസ്, അത് ഓൾഡ് ഗ്രീക്കില് അപ്പോസ്റ്റെലൈൻ എന്നുള്ള വാക്കിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. അപ്പോസ്റ്റെലൈൻ എന്ന് പറഞ്ഞാൽ സെൻഡ് ഫോർത്ത് എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ അയക്കപ്പെടുക എന്നാണ് അർത്ഥം. പുതിയ ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പം അപ്പോസ്തോലോസ് അല്ലെങ്കിൽ മെസ്സഞ്ചർ അല്ലെങ്കിൽ ഒരു ദൂതൻ എന്നുള്ള അർത്ഥം വന്നു. ഓൾഡ് ഇംഗ്ലീഷിൽ അപ്പോസ്തോൽ അല്ലെങ്കിൽ അപ്പോസ്തൽ എന്ന വാക്കിലേക്ക് ഈ വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്തത്. ഇന്ന് ഒരുപാട് പേര് അപ്പോസ്തോൽ എന്ന നാമവുമായിട്ട് വന്ന് ആളുകളെ തെറ്റിക്കാറൊക്കെ ഉണ്ട്. അവരൊക്കെ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലനാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലൻ യേശു കർത്താവ് തെരഞ്ഞെടുത്ത് സുവിശേഷവുമായിട്ട് പല ദേശങ്ങളിൽ പോയി അവിടെ ആളുകളെ രക്ഷയിലേക്ക് കൊണ്ടുവരികയും അവിടെ സഭ സ്ഥാപിക്കുകയും അവിടെ കൂട്ടായ്മകൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ട് അവർ വേറെ സ്ഥലങ്ങളിൽ പോയി വീണ്ടും സുവിശേഷം അറിയിച്ച് സഭ സ്ഥാപിച്ചു പോകുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് അപ്പോസ്തോലനാണെന്ന് മനസ്സിലാക്കാം. അല്ലാതെ ഈ ഗുണങ്ങളൊന്നുമില്ലാതെ ഒരു വ്യക്തി അപ്പോസ്തോലനാണെന്ന് പറഞ്ഞാൽ അതിൽ വിശ്വസിക്കേണ്ട കാര്യം നമ്മൾക്കില്ല. ഇതാണ് ഇന്നത്തെ മെസ്സേജ്.